അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി? നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ. നമ്മൾ ചർച്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററോളം ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റാണ്. പറഞ്ഞു മനസ്സിലാവും? പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോവും. അല്ലെങ്കിൽ എന്നാൽ സമരം ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ? ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പോൾ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പോൾ സർക്കാർ പറയാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല ഞങ്ങളിങ്ങനെ സമരം വെക്കുമെന്ന്, ഇന്ന രീതി ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ? അപ്പം പ്രശ്നം ഒരു മിനിറ്റ്, അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ പോവാം, അങ്ങനെയാണ്. ഇപ്പൊ വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സമരം അല്ല എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച്, അങ്ങനെയാണല്ലോ. ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ്, ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരമല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാമല്ലോ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ദിനു അങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ഞങ്ങളുടെ ഒരു മിനിറ്റ് അല്ല, ആനന്ദ് ചേട്ടൻ്റെ ഒരു വികാരം ഞാൻ മനസ്സിലായി. പുള്ളിയുടെ ഒരു വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയെ പറ്റി മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ്. സുരേഷ് ഏട്ടൻ ഒരു ഫ്രണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ചിലരുടെ അടുത്ത് ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ. പറഞ്ഞു മനസ്സിലായോ? അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയൊരു അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, സമരത്തിന് ഒപ്പം അല്ല ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടുന്ന പോലെ ആക്കരുത്. അതുകൊണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ജൂൺ 1-ന് നമ്മൾ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനമായിട്ട് വരും എന്നാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി, ഇപ്പോൾ ഓരോ തിരുവനന്തപുരം ഭാഷ, എറണാകുളം ഭാഷയാണോ കോഴിക്കോടുള്ളത്? പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല. ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നത്. ഇതൊന്നും
ാണ് ഇനിയും കിടക്കുന്നുണ്ട്, മാർച്ച് ഉണ്ട്, മെയ് ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാ ജൂൺ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ഞാനില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് നമ്മൾ ഇതൊന്നും നടന്നില്ല എങ്കിൽ അല്ലല്ല ഒന്നും നടന്നില്ല, നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകൾ കൂടി ചർച്ച ഉണ്ടായി. നമുക്ക് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ. അതെന്താണ് ജൂൺ മുതൽ എങ്ങനെ ജൂൺ മാസം എന്നുള്ളൂ പറഞ്ഞുള്ളൂ. ജൂൺ 1 പറഞ്ഞിട്ടില്ല, ജൂൺ മാസം എന്ന് പറഞ്ഞു. അല്ല ഒരു സെക്കൻഡ്, ഒരു സംഘടനയ്ക്കുള്ളിൽ അങ്ങനെയാണല്ലോ. ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് എന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംഘടന ആ പ്രശ്നം ഉണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് സംഘടന നമുക്ക് ആവശ്യമാണ്. കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവർക്കും 8, 10, 20 അല്ല മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംഘടന എന്തിനാണ്? സംഘടനയ്ക്ക് ഒപ്പമാണോ? കൺഫ്യൂഷനോ? അല്ല സംഘടനയ്ക്ക് ലിസ്റ്റിൻ സംഘടനയ്ക്ക് ഒപ്പമാണോ ഉള്ള ചോദ്യത്തിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടിട്ട് സംഘടന 100% സംഘടനയ്ക്ക് ഞാനല്ല. ഒരു മിനിറ്റ് ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ? മജോറിറ്റി തീരുമാനമല്ലേ? ഇപ്പൊ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ ജയിക്കുന്നത്. എനിക്ക് അങ്ങനെയാ മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് 10 കോടി രൂപയോളം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. തിയേറ്റർ സംഘടന ഉള്ളത് കൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത്. അപ്പോൾ സംഘടനയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കും. ഞാനിപ്പോൾ സംഘടനയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോടെ എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ അതിനൊപ്പം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് ഞാൻ മാറ്റിയല്ല പറഞ്ഞു. ഞാൻ എന്താ ഒരു സെക്കൻഡ്, ഞാൻ എന്താ മാറ്റി പറഞ്ഞത്? അല്ല നിങ്ങൾ എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത്, അല്ലെ? സംഘടനയുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ായിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കണം. എന്താണ് അല്ല ഒരു സെക്കൻഡ്, ഇപ്പൊ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സിനിമ ഇപ്പോ സുരേഷ് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ ഉള്ള ആളാണ്. ലാസ്റ്റ് സുരേഷ് ഏട്ടൻ നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം 2022 നിർമ്മിച്ചയാളാണ്. ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിൻ്റെ അകത്തെ നായകൻ. കീർത്തി സുരേഷാണ് നായിക. സിയാദ് കോക്ർ, മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്? പഴയ പ്രൊഡ്യൂസർ നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സാണ് സിയാദ് കോക്ർ, സുരേഷ് കുമാർ എല്ലാം ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവർ. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിനേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. 100% അസോസിയേഷനൊപ്പം തന്നെയാണ്. അല്ല ദിനു, ഞാൻ പറയുന്നത്
അതായത് പുള്ളിയുടെ അഭിപ്രായം ഇവൻ പറഞ്ഞു, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ടൈമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സമയമുണ്ട്. ഇതിന് വേണ്ടിയിട്ടല്ലേ അത് ഒരു കുറെ സമയം എടുത്ത് മാറ്റി വെച്ചിട്ട് വെച്ചേക്കുന്നത്. അത് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തോ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ലല്ല, തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതൊന്ന് പറഞ്ഞോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അങ്ങനത്തെ ഉള്ള ആളുകളെ മാത്രം ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉന്നയിക്കാത്ത, ആർക്കും വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും തെറ്റിദ്ധാരണ രീതിയിൽ ആ രീതിയിൽ പോലും വരുത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സിനിമയെ 100% ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ. അതിൽ അപ്പൊ തീർച്ചയായിട്ടും സംഘടന നമുക്ക് തന്നെ പോകുന്ന കാര്യങ്ങളാണ്. അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു, ഇത് അറിയണം, ഇവരോട് അറിയണേ. ഇവരറിഞ്ഞില്ല എന്ന് ഇവരൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ്. ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്ത് വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുവാണ് അതിനോട് ചിലപ്പോൾ, അതായത് വലിയ റിസ്ക് എടുക്കുന്ന താല്പര്യം ഉണ്ടാവത്തില്ല. പക്ഷെ മജോറിറ്റി പറയുവാണ് കുറെ നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ല, ഞങ്ങൾക്ക് എന്നിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നേതൃത്വം അവരത് പോവുകയാണ്. അതെന്താണ് മനസ്സിലാക്കാത്തത്? 100% ഉണ്ട്. താരങ്ങളല്ല അതിൻ്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ, താരങ്ങളുടെ ശമ്പളം ഈവൻ കുറയ്ക്കണം. അവർക്ക് സിനിമകൾ നിർമ്മിക്കാം, അവർക്ക് തന്നെ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, അവർക്ക് തിയേറ്റർ തന്നെ അവർക്ക് വാങ്ങിച്ച് അവർക്ക് പ്രദർശനം നടത്താം. ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളൊരു ഒരു 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 പ്രസ്ഥാനമായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ, സിനിമാ നിർമ്മാതാവായിട്ട് ഇപ്പം ഇവൻ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാമല്ലോ.